ഹായ് ഹലോ പ്രിയ പ്രേക്ഷകർ എല്ലാവർക്കും യൂട്യൂബ് സൊല്യൂഷൻ മലയാളം എന്ന ഈ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പോൾ നിങ്ങൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന സ്ഥലത്ത് ഈ കാണുന്ന പോലെ ഒരു ഓപ്ഷനും കൂടെ കൂടിയതായി കാണാം. ഇൻവൈറ്റ് എ കൊളാബറേറ്റർ എന്ന് പറഞ്ഞ് ഇതുപോലെ ഒരു ഓപ്ഷൻ വന്ന് കിടക്കുന്നത് കാണാം. ഇത് എന്തിനാണ് ഉപയോഗിക്കുന്നത്, ഇതുകൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ്, ഇതുകൊണ്ടുള്ള ദോഷങ്ങൾ എന്തൊക്കെയാണ്, മെറിറ്റ്സ് ആൻഡ് ഡീമെറിറ്റ്സ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് ലളിതമായിട്ടൊന്ന് നോക്കാം. അതുപോലെ ഇത് എങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ളതും വളരെ ലളിതമായിട്ട് ഞാൻ പറഞ്ഞു തരാം എന്നുള്ളതാണ് കേട്ടോ. മെയിനായിട്ട് ഇത് എന്ന് പറയുന്നത് നമുക്കൊരു ഒരു വീഡിയോസ് ഒരു 5ഓളം വലിയ ക്രിയേറ്റർമാരെ തന്നെ നമുക്ക് കൊളാബറേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ നിങ്ങളുടെ ലിങ്ക് എടുത്തിട്ട് അവർക്ക് നമ്മൾ അയച്ചു കൊടുക്കുന്നു, ഇൻവൈറ്റ് ചെയ്തുകൊണ്ട് അയച്ചു കൊടുക്കുന്നു. അവർ ആ ഇൻവിറ്റേഷൻ സ്വീകരിച്ചാൽ, അക്സെപ്റ്റ് ചെയ്താൽ, അതായത് അക്സെപ്റ്റ് ചെയ്തവരുടെ ഹോം ഫീഡിൽ ഇത് കാണാൻ പറ്റും എന്നുള്ളതാണ് ഈ ഒരു പുതിയതായി വന്ന ഈ ഒരു അപ്ഡേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ഒരുപാട് സംശയങ്ങളുണ്ടാവും. ഞാൻ ഓരോന്നായിട്ട് വളരെ ലളിതമായിട്ട് പറയാം. ഒന്ന്, ഇത് അക്സെപ്റ്റ് ചെയ്യുന്നവർക്ക് ഒരു രൂപ പോലും കിട്ടില്ല എന്നുള്ളതാണ്. ഇത് ആരാണോ അയക്കുന്നത് അവർക്കാണ് ഇതിന്റെ ബെനിഫിറ്റ് എന്ന് പറയുന്നത്. ഒന്നത്. രണ്ട്, ഇതിന് മോണിറ്റൈസേഷൻ ബാധകമാണോ? അല്ല. മോണിറ്റൈസേഷൻ അല്ലാത്തവർക്കും, അതായത് കൂടുതൽ വ്യൂസ് കൊണ്ടുവരിക, ചാനലിൽ പെട്ടെന്ന് കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുക, റീച്ച് കൊണ്ടുവരിക എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശം. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് അക്സെപ്റ്റേഷൻ സ്വീകരിക്കാനോ അല്ലെങ്കിൽ നമുക്ക് ഇൻവിറ്റേഷൻ പറഞ്ഞയക്കാനോ ഒന്നും മോണിറ്റൈസേഷൻ ഒരു ബാധകമല്ല എന്നുള്ളത്. മറ്റൊരു കാര്യം എന്തെന്ന് വെച്ചാൽ, ഇവിടെ പണം എന്നുള്ള ഒരു ഇടപാട് അവിടെ നടക്കുന്നേ ഇല്ല. സോ ഇൻകം അത് സ്വീകരിച്ചവനക്ക് ഒരിക്കലും ഇൻകം കിട്ടുന്നുമില്ല. അപ്പോൾ മോണിറ്റൈസേഷൻ അവിടെ ബാധിക്കുന്നേ ഇല്ല എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. പുതിയ യൂട്യൂബേഴ്സിനാണ് ഇത് കുറച്ചുകൂടെ ഉചിതം എന്നുള്ളത് മനസ്സിലാക്കുക. മറ്റൊരു കാര്യം എന്തെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഇത് ചെയ്തു വരുമ്പോൾ നിങ്ങൾക്ക് അവിടെ ഒരു ടിക്ക് മാർക്ക് കാണാൻ കഴിയും. നിങ്ങൾ അവിടെ ടിക്ക് ഇപ്പൊ ഈ കാണുന്ന പോലെ ഇവിടെ ഒരു ടിക്ക് കാണാൻ പറ്റുന്നെങ്കിൽ ഈ ടിക്ക് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇങ്ങോട്ട് നീക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ ഡാറ്റ അവർക്ക് കാണാം. അതല്ല, ഈ ടിക്ക് ഇതുപോലെ നിലനിർത്തുകയാണെങ്കിൽ ഈ ഒരു വീഡിയോസിന്റെ അനലിറ്റിക്സോ കാര്യങ്ങളോ ഡാറ്റകളോ ഒന്നും അവർക്ക് കാണാൻ കഴിയില്ല എന്നുള്ളൊരു ഓപ്ഷൻ മാത്രമേ ഇതിനുള്ളൂ. അപ്പോൾ ഇതിന്റെ മെറിറ്റ്സ് എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. നിങ്ങൾക്ക് ഒരു സ്വാഭാവികം. പിന്നെ നമുക്കിത് ഏതെങ്കിലും കാറ്റഗറിയിലേക്ക് അയക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ ഏത് ആളുകൾക്കും അയച്ചു കൊടുക്കാൻ പറ്റുമോ? നിങ്ങൾ അയച്ചാൽ അക്സെപ്റ്റ് ചെയ്യുന്നവരാരോ അവർക്ക് നിങ്ങൾ ഇത് അയച്ചു കൊടുക്കാം എന്നുള്ളതാണ്. പിന്നെ നിങ്ങളുടെ കാറ്റഗറി ആണ് അവരെന്നുണ്ടെങ്കിൽ, അവർക്ക് അത്യാവശ്യം റീച്ച് ഉണ്ടെങ്കിൽ മാത്രമേ ഇത് വർക്കൗട്ട് ആവൂ എന്നുള്ളതാണ്. കാരണം ഇത് കാണുന്നവരും നിങ്ങളുടെ കാറ്റഗറി ഇഷ്ടപ്പെടുന്നവരായിരിക്കണം എന്നുള്ളതാണ്. കാരണം ഞാൻ ഇതിവിടെ പറഞ്ഞു, ഇത് എവിടെയാണ് നിങ്ങൾ ഇങ്ങനെ ഒരു വീഡിയോസ് ഇട്ട് കഴിഞ്ഞാൽ അത് എവിടെയാണ് കാണുക എന്നുള്ളതാണ് സ്വാഭാവികമായിട്ട് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവുക. അവരുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലാണോ? അല്ലെങ്കിൽ അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കാണുമോ, അല്ലെങ്കിൽ എൻഡ് സ്ക്രീൻ ആയിട്ട് കാണുമോ, അല്ലെങ്കിൽ വീഡിയോസ് ഇങ്ങനെ പ്ലേ ആയിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ ലിങ്ക് ആയിട്ട് ഇങ്ങനെ വരുമോ, ഇവിടെ ടച്ച് ചെയ്യുമെന്ന് പറഞ്ഞിട്ട്? അതും അല്ലെങ്കിൽ നിങ്ങൾ ഷോർട്ട് വീഡിയോസിലൊക്കെ ഒരു പ്ലേ ബട്ടൺ, റെക്കമെൻഡേഷൻ ബട്ടൺ എന്ന് പറഞ്ഞൊരു പ്ലേ ബട്ടൺ കാണാം നിങ്ങൾക്ക്. അവിടെ അതുപോലെ ഒരു പ്ലേ ബട്ടൺ ആയിട്ടാണോ കാണുക? അല്ല. ഇത് എവിടെയാണ് കാണുക? അതാണ് വ്യക്തമായിട്ട് കേൾക്കുക. അതായത് നിങ്ങൾ അയച്ചു കൊടുത്ത, നിങ്ങളുടെ ഇൻവിറ്റേഷൻ അയച്ചു കൊടുത്ത ആളുടെ, ഇൻവിറ്റേഷൻ സ്വീകരിച്ച് അക്സെപ്റ്റ് ചെയ്ത ആളുടെ സബ്സ്ക്രൈബേഴ്സ്മാരുടെ, അതായത് അവരുടെ സബ്സ്ക്രൈബേഴ്സിന്റെ ഹോം ഫീഡിലാണ് ഇത് കാണിക്കുക എന്നുള്ളത് വ്യക്തമായിട്ട് മനസ്സിലാക്കുക കേട്ടോ. അവിടെയാണ്. ഇനി ഭാവിയിൽ ഇത് വേറെ എവിടെയെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഈ ഒരു സംഭവം തന്നെ, ഈ ലിങ്ക് തന്നെ നിങ്ങളുടെ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾ കോപ്പി ചെയ്താൽ അവിടെ കാണാൻ കഴിയും. അത് വേറെ, ലിങ്ക് കോപ്പി ചെയ്യുമ്പോൾ സംഭവിക്കുന്ന കാര്യമാണ്, കാണാൻ കഴിയുന്നുള്ളത്. ഇനി ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് വളരെ ലളിതമായി നിങ്ങൾക്ക് വീഡിയോസ് ഞാൻ കാണിച്ചു തരുന്നുണ്ട്, കാണുക. നിങ്ങൾ ഈ ഇൻവൈറ്റ് എ കൊളാബറേറ്റർ എന്ന് പറയുന്ന അവിടെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ കാണാൻ പറ്റും, കണ്ടില്ലേ? ഇവിടെ നിങ്ങളോട് സെർച്ച് യുവർ ചാനൽ എന്ന് പറഞ്ഞത്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏത് ചാനലിലാണോ നിങ്ങൾ കൊളാബറേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ചാനൽ സെർച്ച് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഞാനൊരു ചാനലിൻ്റെ പേര് അടിച്ചു. ഓക്കെ, AVS യൂട്യൂബ് ടിപ്സ് എന്നടിച്ചു. ഓക്കെ, എന്നിട്ട് ഈ ഒരു ടിക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒഴിവാക്കാം, ഇട്ട് കൊടുക്കാം. ഇത് നിങ്ങൾ ടിക്ക് ചെയ്താൽ എന്താണ്, നിങ്ങളുടെ ഈ ഡാറ്റ അവർക്ക് കാണാൻ കഴിയും. അതല്ല, ഒരു ഡാറ്റ കാണണ്ട എന്നുണ്ടെങ്കിൽ നിങ്ങൾ ടിക്ക് ചെയ്യേണ്ട, അത്രയേ ഉള്ളൂ കേട്ടോ. എന്നിട്ട് ഇവിടെ ക്രിയേറ്റ് ലിങ്ക് എന്നുള്ളത് മാത്രം നിങ്ങൾ ലിങ്ക് ചെയ്ത്, ഈ ലിങ്ക് കോപ്പി പേസ്റ്റ് ചെയ്യാനാണ് ഈ കാണുന്ന, നോർമലി ഇതാണ് കോപ്പി പേസ്റ്റ് ചെയ്യാനുള്ള ചിഹ്നം. ഇത് കോപ്പി പേസ്റ്റ് ചെയ്യുക, ഇത്രയേ ഉള്ളൂ പണി. എന്നിട്ട് വേണമെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ വാട്സപ്പിൽ ഈ ലിങ്ക് വാട്സപ്പിലോ ഇമെയിൽ ഐഡിയിലോ എങ്ങനെയെങ്കിലും അവർക്ക് ഇത് അയച്ചു കൊടുക്കുക. അവർ ഇത് അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഓക്കെ,
പ്രിയപ്പെട്ടവരെ, ഇത്രയേ ഉള്ളൂ ഈ ഒരു സംഭവം ചെയ്യാനുള്ള ഒരു ഇത് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ മെറിറ്റ്സുകൾ ഒരുപാട് ഞാൻ പറഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും മെറിറ്റ്സ് പറയുമ്പോൾ അതിൻ്റെ ഒരു ഡീമെറിറ്റ്സും ഉണ്ടാകും എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഞാൻ എന്തൊക്കെയാണ് ഇതിൻ്റെ ഡീമെറിറ്റ്സ് എന്നുള്ളത് വളരെ ചുരുക്കിയ ഭാഗത്തിൽ ഒരു 6 ഡീമെറിറ്റ്സ് അങ്ങോട്ട് പറഞ്ഞുതരാം. ഇതിൻ്റെ ഒന്നാമത്തെ ഒരു ഡീമെറിറ്റ്സ് എന്ന് പറയുന്നത് റവന്യൂ ഇംബാലൻസ് എന്ന് പറയുന്നതാണ്. അതായത് അക്സെപ്റ്റ് ചെയ്യുന്നവനക്ക് ഒരു രൂപ പോലും ഇതിൽ നിന്ന് കിട്ടുന്നില്ല, അവനക്കൊരു ലാഭവും ഇല്ല, അവൻ്റെ ചാനലിന് ഇതുകൊണ്ട് പ്രത്യേകിച്ച് റീച്ചോ കാര്യങ്ങളോ ഇല്ല എന്നുള്ളത് നിലനിൽക്കെ അതൊരു ഡീമെറിറ്റ്സ് ആണ്. ഇനി രണ്ടാമത്തെ ഡീമെറിറ്റ്സ് എന്താണെന്ന് നോക്കാം. ഇതിന്റെ ഏറ്റവും അപകടം പിടിച്ചിട്ടുള്ള ഒരു ഞാൻ പറയുന്ന ഈ രണ്ടാമത്തെയും 6ാമത്തെയും പിന്നെ ഡീമെറിറ്റ്സ് ആയിരിക്കും. ഇത് രണ്ടാമത്തെ ഒരു ഡീമെറിറ്റ്സ് എന്ന് നമുക്ക് എടുത്ത് പറയണമെങ്കിൽ കൊമേഴ്സ്യൽ ട്രാൻസാക്ഷൻ എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഇത് അത്യാവശ്യം റീച്ചുള്ള ഒരു ആളുകൾക്ക് നമ്മൾ വാട്സാപ്പിൽ ആദ്യം ഇവരെ ബന്ധപ്പെടുകയും അല്ലെങ്കിൽ നമ്മൾ ഇമെയിൽ ത്രൂ അല്ലെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാം വഴിയൊക്കെ ഇവരെ നമ്മൾ ബന്ധപ്പെട്ടിട്ട് നമ്മൾ ഇവരോട് ഇതൊന്ന് അക്സെപ്റ്റ് ചെയ്യുമോ എന്ന് ചോദിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇവർ നമ്മളോട് ക്യാഷ് ആവശ്യപ്പെടാൻ സാധ്യതയുണ്ട്. കാരണം 4 ലക്ഷവും 5 ലക്ഷവും ഒക്കെ സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു ചാനലുകാരൻ ഒരിക്കലും 1000ഉം 200ഉം 100ഉം സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരാളെ വെറുതെ താങ്ങി നടക്കേണ്ട ആവശ്യമില്ല, അവരുടെ ആരും ആവില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ക്യാഷ് ചോദിക്കാനുള്ള ഒരു ടെൻഡൻസി അത് ഇവിടെ ഒരു ഡീമെറിറ്റ്സ് ആയിട്ട് തോന്നുന്നു എന്നുള്ളതാണ്. മാത്രമല്ല ഇത്തരത്തിൽ ക്യാഷ് ചോദിച്ചുകൊണ്ട് ഒരുപാട് ആളുകൾ ഈ ഓപ്ഷൻ വന്നപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ കേട്ടു. വലിയ വലിയ യൂട്യൂബേഴ്സ് ഇതിന് ഇത്ര എമൗണ്ട് ആവും എന്ന് പറഞ്ഞുകൊണ്ട് എമൗണ്ട് ചോദിക്കുന്നത് നമുക്ക് കാണാൻ പറ്റി. ഇനി മൂന്നാമത്തേതെന്ന് വെച്ചാൽ ലേക്ക് ഓഫ് അനലിറ്റിക്സ് ആൻഡ് കൺട്രോൾ എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഇതിന്റെ ഡാറ്റ അനലിറ്റിക്സ് നമ്മളൊരു വീഡിയോസ് ഇടുമ്പോൾ ആ ഒരു വീഡിയോസ് ഏത് വിഭാഗക്കാരാണ് കണ്ടത്, ഏത് സമയത്ത് കണ്ടു, എത്ര പേര് കണ്ടു, എങ്ങനെ കണ്ടു എന്നൊക്കെ നമുക്ക് അറിഞ്ഞതിന്റെ ഒരു അനലിറ്റിക്സ് അറിഞ്ഞുകൊണ്ടാണ് നമ്മുടെ അടുത്ത വീഡിയോസിനുള്ള നമ്മുടെ തുടക്കവും കാര്യങ്ങളൊക്കെ. ഇപ്പോൾ സ്വാഭാവികമായിട്ടും അത് മറച്ചു വെക്കപ്പെട്ടാൽ നമുക്ക് അങ്ങനെ ഒരു ചാൻസസ് അവിടെ നഷ്ടപ്പെടുക എന്നുള്ളതാണ്. അപ്പോൾ ഡാറ്റ അനലിറ്റിക്സ് കാണാൻ കഴിയുന്നില്ല എന്നുള്ളത് ഇതിന്റെ ഒരു ഡീമെറിറ്റ്സ് ആണ്. ഇനി 4ാമത്തെ ഡീമെറിറ്റ്സ് എന്താണെന്ന് നോക്കാം. 4ാമത്തെ സ്വാഭാവികമായിട്ടും ഞാൻ മുകളിൽ പറഞ്ഞ പോലെ തന്നെ ഓഡിയൻസ് മിസ്മാച്ച് റിസ്ക് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഓഡിയൻസിന്റെ കാറ്റഗറി നമ്മൾ അപ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഒരു എന്റർടൈൻമെന്റ് കണ്ടന്റ് ആണ് ഇതിങ്ങനെ നമ്മൾ പറഞ്ഞയക്കുന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടും. നേരെ മറിച്ച് കുക്കിംഗ്, ബ്യൂട്ടി ടിപ്സ്, ഒരു തരം ക്രാഫ്റ്റുകൾ അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ പർപ്പസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇത്തരത്തിൽ പറഞ്ഞയക്കുമ്പോൾ അവിടെ സംഭവിക്കുന്ന കാര്യം എന്തെന്ന് വെച്ചാൽ സ്വാഭാവികമായിട്ടും ആ ഇൻവിറ്റേഷൻ സ്വീകരിച്ചാൽ പോലും അവരുടെ സബ്സ്ക്രൈബേഴ്സിന് അത് ഇഷ്ടപ്പെടുമോ? കാരണം അവരുടെ സബ്സ്ക്രൈബേഴ്സിന്റെ ഇൻവിറ്റേഷൻ സ്വീകരിച്ച ആളുടെ സബ്സ്ക്രൈബേഴ്സിന്റെ ഹോം ഫീഡിലാണ് ഇത് കാണുന്നത്. അവർക്കത് ഇഷ്ടപ്പെടുമോ? നമ്മുടെ വീഡിയോസ് റെക്കമെൻഡേഷൻ ആയി പോയാൽ പോലും അവരത് കാണുമോ എന്നുള്ളത്. അപ്പൊ ഈ കാറ്റഗറി എന്ന് പറയുന്ന സംഭവം അത് ആ ഒരു മിസ്മാച്ച്, അതാണ് ഓഡിയൻസ് മിസ്മാച്ച് റിസ്ക് എന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ആ ഒരു റിസ്ക് എന്ന് പറയുന്നത് എല്ലാവർക്കും കാണാൻ പറ്റുന്ന ഒരു കണ്ടന്റ് ആണെന്നുണ്ടെങ്കിൽ നോ പ്രോബ്ലം. ഒരു പ്രത്യേക തരം കാറ്റഗറിയിലുള്ള കുറച്ച് കണ്ടന്റുകൾ ഒരിക്കലും വർക്കൗട്ട് ആവില്ല എന്നുള്ളത് ഇതിന്റെ ഏറ്റവും വലിയൊരു ഡീമെറിറ്റ്സ് ആണ്. ഇനി അടുത്തത് 5ാമത്തെ റിസ്ക് എന്താണെന്ന് നോക്കാം. റെപ്യൂട്ടേഷൻ റിസ്ക് എന്നുള്ളതാണ്. മെയിൻ ആയിട്ട് ഓരോ ചാനലിലും ഒരു അത്യാവശ്യം റീച്ച് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ചാനലുകാരെ അക്സെപ്റ്റ് ചെയ്താൽ പോലും ആ ചാനലിൽ വരുന്ന കണ്ടന്റ് ആയാലും ആ ചാനലിൽ നടത്തിപ്പുകാരന്റെ സ്വഭാവമായാലും ഇതൊക്കെ നിങ്ങളുടെ ചാനൽ അവർ അക്സെപ്റ്റ് ചെയ്താൽ സ്വാഭാവികമായിട്ടും നിങ്ങളുടെ ചാനലിലും ആ ഒരു റെപ്യൂട്ടേഷൻ, അതായത് അവരുടെ ആ ഒരു ചാനലിന്റെ സ്വഭാവം അല്ലെങ്കിൽ ആ ഒരു എന്താണോ അവരുടെ ചാനലിന്റെ സ്വഭാവം പ്രതിഫലിപ്പിക്കുന്നത്, ചീത്ത സ്വഭാവമാണ് എന്നുണ്ടെങ്കിൽ, ചീത്ത കണ്ടന്റ് ആണെന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ചാനലിന്റെ ഈ ഒരു റെപ്യൂട്ടേഷൻ, ഈ ഒരു റിസ്ക് നിങ്ങൾക്ക് വരാൻ സാധ്യതയുണ്ട്. ആ ചാനലിന്റെ ചീത്ത ദോഷങ്ങളും നിങ്ങളുടെ ചാനലിനും വരാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട 6ാമത്തത് ഞാൻ പറഞ്ഞു. 2ാമത്തത് ഒന്ന് ക്യാഷ് വാങ്ങാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞ് 6ാമത്തത് എന്താണെന്നുള്ളത് വളരെയധികം ഈ 6ാമത്തതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇതിന്റെ ഡീമെറിറ്റ്സ് എന്ന് പറയുന്നത്. ഇതിന്റെ 6ാമത്തെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു ഡീമെറിറ്റ്സ് ആയിട്ട് എനിക്ക് നിങ്ങളോട് പറയാൻ പറ്റുന്നത് ഹ്യൂമാനിറ്റി എത്തിക്കൽ ലിമിറ്റേഷൻ എന്ന് വേണമെങ്കിൽ പറയാം. അതായത് ഓരോ വ്യക്തിക്കും ഈ ഒരു സംഭവം ഒരു സ്വാഭാവികമായിട്ടും എനിക്കൊരു 2 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെന്ന് വിചാരിക്കുക. നിങ്ങൾ 2 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഞാൻ എന്തിന് 100 സബ്സ്ക്രൈബേഴ്സ് ഉള്ളവനെ സഹായിക്കണം? അല്ലെങ്കിൽ ഇത്രയും സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഞാൻ അവനെ സഹായിച്ചിട്ട് എനിക്കെന്ത് കിട്ടാനാണ്? അല്ലെങ്കിൽ ഒരു ഈഗോ, ഞാൻ ഇങ്ങനെ സഹായിക്കുമ്പോൾ അവൻ മുകളിലേക്ക് വരികയല്ലേ, അതുകൊണ്ട് അതിൻ്റെ ആവശ്യമില്ല, ഇവരൊക്കെ അടിയിൽ കിടക്കട്ടെ എന്നുള്ളൊരു ഈഗോ, അല്ലെങ്കിൽ ഇതുകൊണ്ട് അവനെങ്ങാനും നന്നായാലോ, ഇത്തരത്തിൽ വലിയ ഒന്നാമത് എനിക്ക് നിങ്ങളുടെ ഇൻവിറ്റേഷൻ സ്വീകരിച്ചത് കൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് ബെനിഫിറ്റ്, സാമ്പത്തികമായിട്ടുള്ള ഒരു ബെനിഫിറ്റും ഇല്ല. അല്ലെങ്കിൽ ഞാൻ രണ്ടാമത് പറഞ്ഞ പോലെ നിങ്ങൾ എനിക്ക് എക്സ്ട്രാ പൈസ എന്തെങ്കിലും തരണം. ഇങ്ങനെ വരുമ്പോൾ ഇതിൻ്റെ ഒരു സംഭവം എന്തെന്ന് വെച്ചാൽ ഈഗോ ക്ലാഷ് ആവും. അവർ വേണ്ട, നിങ്ങൾ എങ്ങനെ അയച്ചാലും അക്സെപ്റ്റ് ചെയ്യില്ല എന്നുള്ളതാണ്.
അപ്പോൾ ഇതിൻ്റെ ഒരു ഡിമെറിറ്റ്സ് തന്നെയാണ് ഇത്. ഒരുപാട് എല്ലാവരും പ്രതീക്ഷിക്കുന്നു ഒന്നുകിൽ നന്നായിട്ട് റീച്ചുള്ളൊരു ചാനലുകാർ ഇത് സ്വീകരിക്കുക എന്നുള്ളതും, അല്ല എന്നുണ്ടെങ്കിൽ അത്യാവശ്യം സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരാൾ സ്വീകരിക്കുക എന്നുള്ളതും. അവർ നോക്കുന്നത് എന്താ, അവരെക്കാൾ വലിയ സബ്സ്ക്രൈബേഴ്സ് ഉള്ള ആർക്കെങ്കിലും അയക്കുക എന്നുള്ളതായിരിക്കും അവർ ചിന്തിക്കുക, അല്ലെങ്കിൽ അവരുടെ എത്ര സബ്സ്ക്രൈബേഴ്സ് ഉള്ളവരിലേക്ക് ഇത് അയക്കുക എന്നുള്ളതാണ്. അപ്പോൾ അടിയിലേക്ക് നോക്കാൻ ഒരിക്കലും അവർ താല്പര്യപ്പെടില്ല എന്നുള്ളതാണ്. അതാണ് ഞാൻ പറഞ്ഞ ഈഗോ ക്ലാഷ് എന്നുള്ള കാര്യം. പിന്നെ ഇവിടെ നിങ്ങൾ തന്നെ നിങ്ങളുടെ ഒരു സംശയം ഇവിടെ ഓട്ടോമാറ്റിക്കലി ഉണ്ടാവും. ഈ ഇങ്ങനെ കൊളാബറേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ അയച്ചു കൊടുത്ത ആളുകളെല്ലാം ഒരുപക്ഷെ നമ്മൾ വെറുതെ ഓരോരുത്തരും ഇങ്ങനെ അയക്കുന്നുണ്ടാവും, അവർ ആരും ഇൻവൈറ്റ് ചെയ്തിട്ടില്ല. ഇൻവൈറ്റ് ചെയ്തവരാരും അക്സെപ്റ്റ് ചെയ്തില്ലെങ്കിൽ നമ്മുടെ ചാനലിന് എന്തെങ്കിലും ദോഷം ഉണ്ടാകുമോ, നമ്മുടെ ചാനലിൻ്റെ റീച്ചിനെ അത് ബാധിക്കുമോ എന്ന്. തീർച്ചയായിട്ടും അങ്ങനെ നിങ്ങൾ ഇൻവിറ്റേഷൻ അയച്ചു കൊടുത്തവരാരും സ്വീകരിച്ചിട്ടില്ല, അക്സെപ്റ്റ് ചെയ്തിട്ടില്ല എങ്കിൽ ഒരിക്കലും നിങ്ങളുടെ ചാനലിനെ അത് ബാധിക്കുന്നില്ല എന്നുള്ളതാണ്. നിങ്ങളുടെ ചാനലിനെ ബാധിക്കുന്നത് എന്തെന്ന് വെച്ചാൽ ഈ ഒരു മിസ്മാച്ചിങ് എന്ന് പറഞ്ഞാൽ ഈ കാറ്റഗറി മാറി നിങ്ങളുടെ സംഭവം യൂട്യൂബിൽ തന്നെ ഒരുപാട് ആളുകളിലേക്ക് റെക്കമെൻഡേഷൻ പോകുമ്പോൾ പ്രത്യേകം അടിവരയിട്ട് കാണുക. മിസ്മാച്ച് എന്നുള്ള സംഭവം ഇത് വ്യക്തമായിട്ട് കേൾക്കുക. യൂട്യൂബ് തന്നെ അവരുടെ ഹോം ഫീഡിൽ കാണിക്കുമ്പോൾ അത് ഒരു ആവറേജ് ഡ്യൂറേഷൻ വരെ കാണാതിരിക്കുമ്പോൾ അത് ചിലപ്പോൾ നിങ്ങളുടെ ചാനലിനെ എന്ത് സംഭവിക്കാം, നിങ്ങൾക്ക് റീച്ച് കുറയാൻ സാധ്യത ഉണ്ടാവും. അത് സ്വാഭാവികമായിട്ടും യൂട്യൂബ് ചാനലിലും അങ്ങനെ തന്നെയാണ്. നിങ്ങൾ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് ഒരു ആവറേജ് ഡ്യൂറേഷൻ വരെ പ്രേക്ഷകരെ പിടിച്ചു നിർത്താൻ പറ്റിയിട്ടില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും നിങ്ങളുടെ ചാനൽ റീച്ച് കുറയും. ആ ഒരു ഇതിലേക്ക് ഇത് പോകാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. ഇവിടെ എന്താണ്, നിങ്ങൾ സ്വന്തമായിട്ട് വീഡിയോസ് ഇടുമ്പോൾ നിങ്ങളുടെ ടാഷിന് ഇഷ്ടപ്പെട്ട പ്രേക്ഷകരിലേക്കാണ് അത് യൂട്യൂബ് പറഞ്ഞേക്കുക. നേരെ മറിച്ച് അവിടെ സംഭവിക്കുന്ന അങ്ങനെയല്ല. അവിടെ അവരുടെ ഹോം പേജിൽ ഇതിലാണ് അത് കാണിക്കുന്നത്, ഹോം ഫീഡിലാണ് അത് കാണിക്കുന്നത്. അവിടെ ഏതെല്ലാം കാറ്റഗറിയിലുള്ളവരാണ് അത് കാണുന്നത്, അവർ എത്രത്തോളം അത് കാണണം എന്നുള്ളത് അതവിടെ തീരുമാനിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ്. സ്വാഭാവികമായിട്ടും അതൊരു ഡിമെറിറ്റ്സ് തന്നെയാണ്. ഓക്കെ പ്രിയപ്പെട്ടവർ, അപ്പോൾ ഏതൊരു അപ്ഡേറ്റ് വരുമ്പോഴും സ്വാഭാവികമായിട്ടും ഞാനതിൻ്റെ മെറിറ്റ്സും ഡിമെറിറ്റ്സും പറയാറുണ്ട്. പക്ഷെ ഇത് ഡിമെറിറ്റ്സ് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഏതൊരു സംഭവം വരുമ്പോഴും ഇത് മിസ്യൂസ് ചെയ്യാൻ എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു. ക്യാഷ് വാങ്ങലും കൊടുക്കലും അതിൻ്റെ കാര്യങ്ങളൊക്കെ അതും ഇനി നിങ്ങൾക്ക് തുടർച്ചയായിട്ട് കേൾക്കാം ഈ ഒരു സംഭവം എന്നുള്ളതും. അപ്പോൾ പുതിയ ഓപ്ഷൻ വരും, അത് ചിലപ്പോൾ വർക്കൗട്ട് ആയില്ലെങ്കിൽ യൂട്യൂബ് തന്നെ തിരിച്ചെടുക്കും എന്നുള്ളതാണ്. ഇത് പിന്നെ കുറേ നിങ്ങളിങ്ങനെ ഇൻവിറ്റേഷൻ ഇങ്ങനെ അയക്കുമ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാവർക്കും ഒരു മടുപ്പ് വരും. ഇവനിക്ക് ഇത് തന്നെ പണി, ഡെയിലി ഇൻവിറ്റേഷൻ അയക്കില്ല എന്നുള്ളത്. പക്ഷെ ഇത് ഉപകാരപ്പെടും ആർക്കെന്ന് പറയുമ്പോൾ ഈ പല ഗ്രൂപ്പുകളിൽ പോയിട്ടും പല ടെക്കുകാരുടെ ചാനലിൻ്റെ അടിയിൽ പോയിട്ടും ഈ സബ്സ്ക്രൈബേഴ്സിനെ ഇരന്ന് വാങ്ങുന്ന യാചിക്കുന്ന കുറച്ച് ആളുകളൊക്കെ ഉണ്ട്. നിങ്ങളുടെ ആ പരിപാടികളൊക്കെ നിർത്തി നിങ്ങൾ ഈ പരിപാടിയിലേക്ക് തിരികുകയാണെങ്കിൽ, നിങ്ങളൊരു കൂട്ടായ്മയൊക്കെ ഉണ്ടാക്കി ഇത്തരത്തിൽ ഈ കാര്യങ്ങളൊക്കെ ചെയ്തു പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് വിജയമുണ്ട്. കാരണം നിങ്ങൾ തീർച്ചയായിട്ടും അവരുടെ കണ്ടന്റും കാണും, അവർ നിങ്ങളുടെ കണ്ടന്റും കാണും എന്നുള്ളതാണ്. കാരണം നിങ്ങൾക്ക് ഇതിൽ എക്സ്പീരിയൻസ് ഉണ്ട്. ബാക്കിയുള്ള ക്രിയേറ്റിവിറ്റി ഉള്ള ക്രിയേറ്റർമാരെക്കാൾ നിങ്ങൾക്ക് ഇതിൽ എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ട് സ്വാഭാവികമായിട്ടും നിങ്ങൾക്കിത് വർക്കൗട്ട് ആവും. അതുകൊണ്ട് ഈ ഇരന്ന് വാങ്ങുന്ന സബ്ബിലേക്കൊക്കെ ഒന്ന് നിർത്തിയിട്ട് ഈ കാര്യത്തിലേക്ക് തിരിയുകയാണെങ്കിൽ ഇത് ഒഫീഷ്യലി ആണ്, നിങ്ങൾക്ക് യാതൊരു ഇഷ്യൂസും വരില്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക പ്രിയപ്പെട്ടവരെ. അപ്പോൾ ഈ ഒരു കാര്യത്തെപ്പറ്റി ഏകദേശം കാര്യങ്ങൾ പൂർണ്ണമായി ഞാൻ മെറിറ്റ്സും ഡിമെറിറ്റ്സും എല്ലാം കൂട്ടിച്ചേർത്തുകൊണ്ട് നിങ്ങൾക്ക് പറഞ്ഞു തന്നത് തന്നെ വിശ്വസിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ വാട്സപ്പ് ഒരു ഗ്രൂപ്പ് ഇവിടെ സ്റ്റാർട്ട് ആവുന്നുണ്ട്. 2 ഗ്രൂപ്പുകളാണ്. ഒന്നൊരു 1 ഇയറിൻ്റെ ഒരു ഗ്രൂപ്പുണ്ട്. നിങ്ങളുടെ എല്ലാവിധ സംശയങ്ങളും 1 ഇയറിൻ്റെ ഉള്ളിൽ ക്ലിയർ ചെയ്ത് തരുന്ന, അതുപോലെ തന്നെ പുതിയ അപ്ഡേറ്റുകളൊക്കെ വന്നു കഴിഞ്ഞാൽ അത് കൃത്യമായി പറഞ്ഞു തരുന്ന ഒരു വാട്സപ്പ് ഗ്രൂപ്പാണ്. ചെറിയൊരു ഫീ ഉള്ളൂ, അത് താല്പര്യമുള്ളവർക്ക് പങ്കെടുക്കാം. ഇനി രണ്ടാമത്തെ ഒരു ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഒരു മാസത്തെ ഒരു യൂട്യൂബ് ട്യൂട്ടോറിയൽ ക്ലാസ് ആണ്. അതായത് യൂട്യൂബിനെ കുറിച്ച് A to Z പഠിപ്പിക്കുക എന്നുള്ളതാണ്. എങ്ങനെ വീഡിയോസ് ഇടാം, എങ്ങനെ അപ്ലോഡ് ചെയ്യാം, എങ്ങനെയാണ് നമ്മുടെ YT സ്റ്റുഡിയോ സെറ്റ് ചെയ്യേണ്ടത്, ഇത്തരം കാര്യങ്ങളെ കൂടെ ചേർത്തുകൊണ്ട് കറക്റ്റായിട്ട് തമ്പനെയിൽ എങ്ങനെ ഉണ്ടാക്കാം, അത്തരത്തിൽ യൂട്യൂബിനെ കുറിച്ച് A to Z പഠിപ്പിക്കുന്ന ഒരു മാസത്തെ ഒരു കോഴ്സാണത്. ഇങ്ങനെ 2 ക്ലാസ് ഇവിടെ നടക്കുന്നുണ്ട്. ഇത് രണ്ടും പെയ്ഡ് സർവീസാണ്. ചെറിയൊരു ഫീ മാത്രമേ ഉള്ളൂ. താല്പര്യമുള്ളവർക്ക് ഈ കാണുന്ന നമ്പറിൽ നിങ്ങൾ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഫീയും കാര്യങ്ങളും നിങ്ങൾക്ക് നമ്മളിവിടുന്ന് പറഞ്ഞു തരും. ഒക്ടോബർ 1 നമ്മുടെ ആ ഗ്രൂപ്പ് സ്റ്റാർട്ട് ആവുന്നത്. താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും ബന്ധപ്പെടുക. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ഉപകാരം എന്ന് തോന്നുന്ന മറ്റൊരു കണ്ടന്റുമായി ഞാൻ വീണ്ടും വരാം. അതുവരേക്കും ബൈ.